ഡൽഹിയിൽ IAS പരിശീലന കേന്ദ്രത്തിൽ വെള്ളം കയറിയുണ്ടായ അപകടത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് വിദ്യാർത്ഥികൾ. സംഭവിച്ചത് മനുഷ്യനിർമ്മിതമായ കൂട്ടക്കുരുതിയാണെന്നാണ് ആരോപിച്ചാണ് പ്രതിഷേധം. സംസ്ഥാന സർക്കാരും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് സംഭവത്തിന്റെ ഉത്തരവാദികൾ. സംഭവസ്ഥലത്തെത്തിയ ആം ആദ്മി പാർട്ടി MP സ്വാതി മലിവാളിനെ വിദ്യാർത്ഥികൾ തടഞ്ഞു. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? അതിര പടിഞ്ഞാറൻ ഡൽഹിയിലെ ഓൾഡ് രാജേന്ദ്ര നഗറിൽ പ്രവർത്തിക്കുന്ന റാവു IAS സ്റ്റഡി സെന്റർ എന്ന സ്റ്റഡി സർക്കിൾ എന്ന പരിശീലന കേന്ദ്രത്തിൽ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ശക്തമായ മഴയിൽ റോഡിലൂടെ ഒലിച്ചെത്തിയ വെള്ളം കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലേക്ക് ഒഴുകിയെത്തിയായിരുന്നു. ഈ സമയം ഏതാണ്ട് 30ഓളം വിദ്യാർത്ഥികൾ ലൈബ്രറിയിൽ ഉള്ളിലുണ്ടായിരുന്നു. ഏതാണ്ട് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ വെള്ളം ബേസ്മെന്റിലാകെ നിറഞ്ഞു. ഏതാണ്ട് 20ഓളം വിദ്യാർത്ഥികൾ ആ വെള്ളത്തിൽപ്പെട്ടു. ആദ്യം ഡൽഹി ഫയർഫോഴ്സും പിന്നീട് NDRF സംഘവും എത്തിയാണ് ഈ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയത്. അപ്പോഴേക്കും ഒരു മലയാളി അടക്കം 3 വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എറണാകുളം സ്വദേശിയായ നെവിൽ ഡാൽവിനും അതേപോലെ തന്നെ തെലങ്കാന സ്വദേശിയായ തനിയ സോണിയും ഉത്തർപ്രദേശ് സ്വദേശിയായ ശ്രേയ യാദവ് എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ചില വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ് ഇവർ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് ഇതൊരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് മനുഷ്യ നിർമ്മിത കൂട്ടക്കുരുതിയാണ് എന്നുള്ള ആക്ഷേപമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഇതിന് കാരണക്കാർ ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും ാണ് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഡ്രെയിനേജ് സംവിധാനങ്ങൾ വൃത്തിയാക്കുവാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈ പടിഞ്ഞാറൻ ഡൽഹിയിൽ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ഓൾഡ് രാജേന്ദ്ര നഗർ ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ റാവു IAS സ്റ്റഡി സർക്കിളിന്റെ മുൻപിലെ റോഡിൽ വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അവിടുത്തെ കോർപ്പറേഷന്റെ കൗൺസിലറെ കൃത്യമായി ധരിപ്പിച്ചതാണ്. മാത്രമല്ല ഡൽഹി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെയും ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ അവർ യഥാസമയം നടപടി എടുത്തില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആക്ഷേപം. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മനുഷ്യനിർമ്മിതമായ കൂട്ടക്കുരുതിയാണെന്ന്, ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. മാത്രമല്ല ഈ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് കൃത്യമായ ധനസഹായം നൽകണം എന്നുള്ള ആവശ്യവും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഡൽഹി പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സർക്കാർ മജിസ്ട്രേറിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 24 മണിക്കൂറകം റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ സർക്കാർ തലത്തിൽ കാര്യങ്ങൾ മുന്നേറുമ്പോഴും ഡൽഹി സർക്കാരിനെതിരെ, ആം ആദ്മിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ പോലും ഇതിനോടകം തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ആം ആദ്മി കോൺഗ്രസ് സഖ്യമാണ് ഈ ഡൽഹിയിൽ പോലും മത്സരിച്ചത്. അതേസമയം കോൺഗ്രസിന് പോലും അവരെ തള്ളിപ്പറയേണ്ട സാഹചര്യമുണ്ടായി. BJP ആണ് ഈ വിഷയം പ്രധാനമായും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ സമരമുഖത്ത് ശക്തമായി നിൽക്കുന്നത്. നേരത്തെ തന്നെ ഈ ഡൽഹിയിലെ ഡ്രെയിനേജ് സിസ്റ്റം സംബന്ധിച്ച് അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹിയിൽ ഈ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ BJP പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP വ്യക്തമാക്കുന്നത് കൂട്ടിക്കണ്ടുകൊണ്ടാണ് തങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിനാൽ വരും ദിവസങ്ങളിലും മഴ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡൽഹിയിലെ ഡ്രെയിനേജ് സിസ്റ്റങ്ങളും അതേപോലെ തന്നെ റോഡടക്കം താഴ്ന്ന പ്രദേശങ്ങൾ, വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങൾ, അത് കൃത്യമായി തന്നെ കണ്ടെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് BJP അടക്കം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ താൽക്കാലികമായി കെട്ടടങ്ങി എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ. ഡൽഹി പോലീസിലെ ഉന്നത അധികാരികളിലെത്തി ഈ ഇതുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതേസമയം ഈ ഒരു വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ AAPയുടെ രാജ്യസഭാ അംഗമായ സ്വാതി മലിവാൾ ഈ രംഗത്തേക്ക് എത്തുകയുണ്ടായി. അവിടെ സ്വാതി മലിവാളിനെതിരെയും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നാടകത്തിനുള്ള വേദിയല്ല ഈ ഒരു സ്ഥലം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അവിടെ വിദ്യാർത്ഥികൾ സ്വാതി മലിവാളിനെതിരെ നിലപാടെടുത്തത്. അതേസമയം സ്വാതി മലിവാൾ വ്യക്തമാക്കിയത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഡൽഹി സർക്കാരിൽ നിന്നും മന്ത്രിമാരോ മറ്റു പ്രതിനിധികളോ സ്ഥലത്തെത്തിയില്ല. ഇത് പ്രതിഷേധാത്മകമാണ് എന്ന് സ്വാതി മലിവാളും കൂട്ടിച്ചേർക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും പ്രതിഷേധം താൽക്കാലികമായി ശമിച്ചെങ്കിലും വീണ്ടും വലിയ പ്രതിഷേധങ്ങൾ ഉയരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ശരി.